നിങ്ങൾക്ക് താങ്ങായി നിങ്ങളുടെ കരുത്ത്, നിങ്ങളുടെ അഹന്തയുടെ അഹങ്കാരത്തിൻ്റെ ഒരു ഘടകം എന്തായിരുന്നു? ഗോദി മീഡിയ ആയിരുന്നു. ഇന്ത്യയിലെ എല്ലാ കൺവെൻഷണൽ മീഡിയ ഹൗസിനെയും നിങ്ങൾ കൈയടക്കിയിരുന്നു. നിങ്ങൾ രാജ്യത്തെ മുഴുവൻ ഏജൻസികളെ, ഏത് അന്വേഷണ ഏജൻസികൾ നിങ്ങളുടെ പരിധിയിലായി. ക്ലാസ് എടുത്തോണ്ടല്ലോ തന്റെ കുളിക്കാത്ത വാട്ടത്തല വെട്ടി ഇവിടെ വെക്കും. നല്ല മാച്ച് ആയിരിക്കും. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഭരണഘടനാ സ്ഥാപനങ്ങളെ നിങ്ങളുടെ പരിധിയിലാക്കി. നിങ്ങൾ പണം കൊണ്ട് പ്രതിപക്ഷത്തെ വിലയ്ക്ക് വാങ്ങാൻ നോക്കി. നിങ്ങൾ പണം കൊണ്ട് പാർലമെന്റിനുള്ളിൽ യാന്ത്രികമായ ഭൂരിപക്ഷം ഉണ്ടാക്കാൻ നോക്കി. സംസ്ഥാന ഗവൺമെന്റുകളെ നിങ്ങൾ അട്ടിമറിച്ചു. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാ. ഇങ്ങനെ എന്തെല്ലാം എക്സസീവ് പവർ യൂസ് ചെയ്തു, പണം യൂസ് ചെയ്തു. അങ്ങനെ നിങ്ങൾ ചെയ്തൊരു വർക്കായിരുന്നു. നിങ്ങൾക്കെതിരായൊരു നരേറ്റീവും വരാൻ പാടില്ല എന്ന് കരുതി നിങ്ങൾ ഈ രാജ്യത്തെ എല്ലാ മാധ്യമ സ്ഥാപനങ്ങളെയും ഒന്നുകിൽ ജയിലിലടച്ചു, ഇല്ലെങ്കിൽ നിങ്ങൾ വില കൊടുത്തു വാങ്ങി നിങ്ങളുടെ കോർപ്പറേറ്റ് ശിങ്കടികളെ കൊണ്ട്. റഹീമും മറ്റേ ജിൻഡോ ജോണും പറഞ്ഞു വെച്ച ചില കാര്യങ്ങളുണ്ട്. ഇവിടെ നരേന്ദ്രമോദിയുടെ അഹന്തയ്ക്കുള്ള മറുപടി ലഭിക്കുമെന്ന് റഹീം പറഞ്ഞിരുന്നു. അപ്പൊ അദ്ദേഹത്തിനോട് എനിക്ക് വിനയത്തോട് പറയാനുള്ളത്, ഇവിടെ അഹന്തയ്ക്കുള്ള മറുപടി ലഭിച്ചത് സഖാവ് പിണറായി വിജയനാണ്. അതുകൊണ്ടാണ് 10 വർഷം തുടർച്ചയായി ഭരിച്ചിട്ടും 100-ൽ നിന്ന് ഇന്നിപ്പോ 32-ലേക്ക് എത്തിയിരിക്കുന്നത്. ഇത്തവണ 100-ൽ നിന്ന് 32-ലേക്ക് എത്തിയിട്ടുണ്ടെങ്കിലേ അടുത്തവണ കുണ്ടറ അണ്ടി ആഫീസിൽ ഇരുന്ന് കാറ്റുകൊള്ളാനുള്ള അവസ്ഥയിലേക്ക് പിണറായി വിജയൻ എത്തുന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഈ കേരളത്തിലുണ്ടായ PSC സമരത്തോടും നഴ്സുമാരുടെ സമരത്തോടും ആശാവർക്കർമാരുടെ സമരത്തോടും അവരുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പുന്ന തരത്തിലുള്ള സമീപനമാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ എടുത്തിരുന്നത്. ആ അഹന്തയ്ക്കുള്ള മറുപടിയാണ് ഇന്ന് ജനം CPM-ന്റെ നേതാക്കന്മാരെ വീട്ടിലിരുത്തിയത് എന്നുള്ള കാര്യം റഹീം മറക്കാതിരുന്നാൽ കൊള്ളാമെന്നാണ് റഹീമിനോട് പറയാനായിട്ടുള്ളത്. അവിടെ ഒന്നും വെച്ചേക്കല്ലേ, സാരില്ല വലിയ